ഭാരതത്തിന്റെ വീരപുത്രി ക്ലാരസഭയുടെ തിലകക്കുറി. ദൈവത്തിന് പ്രിയപ്പെട്ടവൾ ആരാണിവൾ? 1910 ആഗസ്റ്റ് 19 കുടമാളൂരിൽ ജനിച്ച് മുട്ടുചിറയിൽ വളർന്ന് ദൈവത്താൽ ഭരണജ്ഞാനത്തേക്ക് നയിക്കപ്പെട്ടവൾ. ജോസഫിന്റെയും മറിയത്തിന്റെയും മകൾ അന്നക്കുട്ടി. നന്നേ ചെറുപ്പത്തിലെ അമ്മ മരിച്ചവൾക്ക് പരിശുദ്ധ അമ്മ അമ്മയായി. 13 വയസ്സായപ്പോഴേക്കും സുന്ദരിയും ശാലീനയുമായ അന്നക്കുട്ടിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി. എന്നാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ യേശുവിന്റെ മണവാട്ടിയാകാനായിരുന്നു അവൾക്ക് ആഗ്രഹം. വിവാഹം നടക്കാതിരിക്കാൻ അവൾ സ്വന്തം ശരീരം പൊള്ളിച്ച് വിരൂപമാക്കി. 1928 ആഗസ്റ്റ് 2 ശിരോവസ്ത്രം സ്വീകരിച്ചു. അങ്ങനെ അൽഫോൺസ. 1930 മെയ് 19 ഈശോയുടെ മണവാട്ടിയാകാനുള്ള അവളുടെ ആഗ്രഹം നടന്നു. അന്ന് ജെയിംസ് കാളാശ്ശേരി പിതാവിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. കുട്ടികൾക്ക് അധ്യാപികയെ പോലെയല്ല, ഒരു അമ്മയെ പോലെയാണ് അൽഫോൺസാമ്മ. രോഗാവസ്ഥയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയും വിശുദ്ധ ചാവറയച്ചനും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കേവലം 36 വർഷത്തെ ജീവിതം എല്ലാവരെയും സ്നേഹിച്ചു, ഈശോയെയും സ്നേഹിച്ചു. അങ്ങനെ സേവനധന്യമായ ജീവിതം കാഴ്ചവെച്ചു. 1946 ജൂലൈ 28 ഈശോ മറിയം യൗസേപ്പെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. 2008 ഒക്ടോബർ 12 വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇപ്പോഴും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായി ഇന്നും അൽഫോൺസ അറിയപ്പെടുന്നു. പ്രിയ കൂട്ടുകാരെ, നമുക്കും അൽഫോൺസായെ പോലെ ആകേണ്ടേ? അതിനെന്തു ചെയ്യണം? അൽഫോൺസാമ്മയെ പോലെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. അൽഫോൺസാമ്മയുടെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം. നന്ദി.